ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും അവതാളത്തിൽ തന്നെയാണ്. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. ഇനി 34 ദിവസം, ഒരു മാസം സമയമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് സഞ്ചരിക്കുന്നതിന്. ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൽ എത്തിച്ചേരാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു. 16-ൽ 12 സീറ്റും നിർണയിക്കപ്പെട്ടു. 4 സീറ്റുകളാണ് കീറാമുട്ടിയായി തുടരുന്നത്. അതിൽ 3 എണ്ണത്തിൽ ഏകദേശം തീർപ്പായി. പക്ഷേ വടകര ബാക്കി നിൽക്കുന്നു. ആ നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. 4 സീറ്റുകളിലേക്കുള്ള ബാക്കി 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയനം ഹൈക്കമാൻഡ് അംഗീകരിച്ച് പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇന്ന് അത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ നിലയ്ക്കാണ് ഗ്രൂപ്പ് വഴക്കുകളുടെ ഒരു അവസ്ഥ കോൺഗ്രസിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മലയാള മനോരമ അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക. 3-ൽ തീർപ്പായി, വടകര ബാക്കി. എങ്ങനെയെങ്കിലും കോൺഗ്രസിൻ്റെ പ്രശ്നം പരിഹൃതമായി എന്ന് കാണിക്കാൻ വെമ്പുന്ന ഹൃദയമാണ് മനോരമയ്ക്കുള്ളത്. 3-ൽ തീർപ്പായി എന്ന് മനോരമ തീരുമാനിക്കുന്നു. അത് പറയേണ്ടത് ഹൈക്കമാൻഡാണ്, മനോരമയല്ല. സിദ്ദിഖ് വയനാട്ടിലേക്ക്, ഷാനിമോൾ ആലപ്പുഴ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്. വടകരയിൽ മുല്ലപ്പള്ളിക്ക് മേൽ സമ്മർദ്ദം. സുധീരൻ മത്സരിക്കണമെന്ന് മുല്ലപ്പള്ളി. ഇന്നലത്തെ പട്ടികയിലും കേരളമില്ല. ലക്ഷദ്വീപിൽ ഹംദുല്ല സയ്യിദ് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് മനോരമ അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ നമുക്ക് തരുന്നത്. വാർത്ത ഇപ്രകാരം കാണാം. വയനാട് സീറ്റ് വിടില്ല എന്ന് ഉമ്മൻചാണ്ടി ഉറച്ചു നിലപാടെടുത്തതോടെ ഇവിടെ എ ഗ്രൂപ്പിലെ ടി സിദ്ദിഖ് സ്ഥാനാർത്ഥി. ഐ ഗ്രൂപ്പ് പ്രതിനിധിയായി രംഗത്തുണ്ടായിരുന്ന ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകും. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ഉറപ്പിച്ചു. വടകരയിൽ KPCC പ്രസിഡന്റും സിറ്റിംഗ് MPയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ശക്തമായ സമ്മർദ്ദം. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യം ഉന്നയിച്ചു. ഇതേസമയം സുധീരൻ അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന് മുല്ലപ്പള്ളിയും ആവശ്യപ്പെട്ടു. ഈ 4 സീറ്റിലും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. രാത്രി വൈകി രാജ്യത്തെ 56 മണ്ഡലങ്ങളുടെ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടെങ്കിലും അതിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. ഔദ്യോഗികമായി ഒന്നും ഇത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പൊതുവായുള്ള നിഗമനങ്ങൾ മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ ലഭിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞു. വയനാടിലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. വയനാട് പരിഹരിച്ചാൽ ബാക്കിയൊക്കെ പരിഹരിക്കപ്പെടും എന്നതായിരുന്നുവല്ലോ അനുമാനം. വയനാട് ആവർത്തിച്ച് കോൺഗ്രസ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. വിജയമണ്ഡലത്തിന് വേണ്ടിയുള്ള പിടിവലി സ്വാഭാവികം. എ ഗ്രൂപ്പ് ഒരു വശവും ഐ ഗ്രൂപ്പ് മറുവശവുമായി നിന്ന് വടംവലിയാണ് നടത്തിയത്. ഐ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഐ ഗ്രൂപ്പ് വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ നിൽക്കേണ്ടത് എങ്കിൽ ഷാനിമോൾ ഉസ്മാൻ തന്നെയായിരുന്നു നിൽക്കേണ്ടത്. പക്ഷേ ഐ ഗ്രൂപ്പിൽ നിന്ന് എ ഗ്രൂപ്പ് ആ മണ്ഡലം, ആ പാർലമെൻറ്റ് മണ്ഡലം സിദ്ദിഖിലൂടെ പിടിച്ചെടുക്കാൻ നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പിരിഞ്ഞ മാതിരി രമേശ് ചെന്നിത്തല വളരെ പെട്ടെന്ന് തിരിച്ചു പോരുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പടലപ്പിണക്കങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനെ അതെങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. ഇനി 1 മാസമാണ് കഷ്ടി നമുക്ക് തെരഞ്ഞെടുപ്പിന് ലഭിക്കുന്നത്. വടകരയാണ് ഇനി അവശേഷിക്കുന്ന കീറാമുട്ടി. അത് ഇപ്പോഴും മനോരമയും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. P. ജയരാജനാണ് CPMൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ വരുന്നത്. ഇരുത്തം വന്ന സ്ഥാനാർത്ഥിയാണ്. തെരഞ്ഞെടുപ്പ് രീതികൾ അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ CPMൻ്റെ മുതിർന്ന നേതാവുമാണ്. ആ നിലയ്ക്ക് ചില്ലറക്കാരനല്ല. ആരാണ് പ്രതിയോഗി? അവിടെ പ്രതിയോഗിയായി വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പേ ജയിച്ചോ ജയരാജൻ എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവിടെ വരാൻ ഇരുത്തം വന്ന ഒരു കോൺഗ്രസ് നേതാവും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. ചെറിയ നേതാക്കളെ ഇട്ട് കാര്യങ്ങൾ പരിഹരിക്കാമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നേർക്കുനേർ നിൽക്കാൻ കഴിയുന്ന സീനിയറായ കോൺഗ്രസ് നേതാവ് അവിടെ മത്സരിക്കണമെന്നാണ് RMP ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ആവശ്യം ഉന്നയിച്ച് ധാരാളം മെസ്സേജുകൾ
സന്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 തവണ ജയിച്ച മുല്ലപ്പള്ളിയിലേക്ക് സ്ഥാനാർത്ഥിത്വം നീങ്ങി വന്നത്. പക്ഷേ മുല്ലപ്പള്ളി ഒരിക്കൽ കൂടി തൻ്റെ ബാല്യം പരീക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടപ്പോൾ എന്തേ താങ്കൾക്ക് മത്സരിച്ച് തോറ്റുകൂടെ, ഞാൻ തന്നെ തോക്കണമെന്ന് എന്തിന് നിർബന്ധം പിടിക്കണം എന്ന മട്ടിൽ സുധീരൻ മത്സരിക്കട്ടെ എന്നായി മുല്ലപ്പള്ളി. ഏതായാലും പി ജയരാജൻ്റെ മുന്നിൽ നിൽക്കാൻ താല്പര്യമില്ലാതെ നേതാക്കൾ, സീനിയർ നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായി സ്കൂട്ടാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ബാക്കി 4 ആളുകളുടെ ലിസ്റ്റ് ഔപചാരികമായി കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കഴിയുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഇന്ന് ലഭിക്കുന്ന വാർത്തയെങ്കിൽ ബി ജെ പിയുടെ അവസ്ഥ എന്ത്? ബി ജെ പി ആരും ജയിക്കും എന്ന് കരുതുന്ന ഒരു പാർട്ടിയല്ല. നമുക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ എത്തിച്ചേരുന്ന നിഗമനം തിരുവനന്തപുരം അടക്കം എവിടെയും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല. പക്ഷേ ജയിക്കുന്നോ ഇല്ലയോ എന്നതല്ല, മറിച്ച് തർക്കത്തിനൊരു കുറവും ആ പാർട്ടിയിലില്ല. അവിടെയും സ്ഥാനാർത്ഥി നിർണയം അവതാളത്തിൽ തന്നെയാണ്. പത്തനംതിട്ടയ്ക്ക് ശബരിമല ക്ഷേത്രം ഇരിക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകത മാത്രമേ അതിനുള്ളൂ. കോൺഗ്രസ്സുകാരാണ് ആവർത്തിച്ച് ജയിച്ചിട്ടുള്ളത്. ആ പത്തനംതിട്ടയ്ക്ക് 4 പേരാണ് ഒരുപോലെ നിന്ന് 4 വശത്ത് നിന്ന് പിടിക്കുന്നത്. ശ്രീധരൻപിള്ള പാർട്ടി പ്രസിഡന്റ്, പിന്നെ സുരേന്ദ്രൻ ശബരിമലയുമായി ബന്ധിപ്പിച്ച് ഏറ്റവും നാൾ ജയിലിൽ കിടന്നയാൾ, MT രമേശ്, അൽഫോൺസ് കണ്ണന്താനം തുടങ്ങി 4 പേരാണ് അതിന്മേൽ പിടിമുറുക്കിയിരിക്കുന്നത്. പക്ഷേ പ്രസിഡന്റ് എന്ന സ്വാധീനം ഉപയോഗിച്ച് ആ സീറ്റ് ശ്രീധരൻപിള്ള തരപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത വരുന്നത്. അതുകൊണ്ട് ശ്രീധരൻപിള്ളയ്ക്കെതിരായി അവിടെ വരുന്നത് സിറ്റിംഗ് MP ആന്റണിയും വീണ ജോർജും പിന്നെ പേരിന് PC ജോർജും ഒക്കെയാണ്. അതിനകത്ത് ആര് ജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിലും ശ്രീധരൻപിള്ളയ്ക്കോ PC ജോർജിനോ അക്കാര്യത്തിൽ സാധ്യതയുണ്ട് എന്നാരും പറയാനും പോകുന്നില്ല. സുരേന്ദ്രനെ ആറ്റിങ്ങൽ നിർത്തി പരിഹരിക്കാം എന്ന് BJP നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നു എങ്കിൽ ഇത്തവണ സുരേന്ദ്രൻ എവിടെ നിന്ന് തോൽക്കണം എന്ന കാര്യം മാത്രമാണ് തീരുമാനിക്കുന്നത്. കണ്ണന്താനത്തെ കൊല്ലത്ത് ആണ് നിയോഗിക്കാൻ പോകുന്നത്. സുരേഷ് ഗോപിയുടെ പേരാണ് അവിടെ കേട്ടത്. പക്ഷേ സുരേഷ് ഗോപി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നില്ല. അദ്ദേഹം അത് ഒഴിവായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അൽഫോൺസ് കണ്ണന്താനം അവിടെ എത്തിയത്. കുമ്മനത്തെ കേന്ദ്രം നേരിട്ട് തീരുമാനിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചു. ടോം വടക്കന് എറണാകുളം നൽകി. ചുരുക്കത്തിൽ പണ്ട് നിന്ന് പതിവായി തോറ്റുകൊണ്ടിരുന്ന ആൾക്കാരെ ഒന്നൊന്നായി ഒഴിവാക്കി പുതുരക്തം നിറയ്ക്കുന്ന ഒരു ഡയാലിസിസ് പ്രക്രിയയിലാണ് ഇപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് കരുതേണ്ടി വരിക. നിന്ന് തോറ്റുകൊണ്ടിരുന്ന വമ്പന്മാരെ കേന്ദ്രത്തിനിപ്പോൾ താല്പര്യമില്ല. പഴയ കുതിരകളെ മാറ്റി ആ ലായത്തിൽ ഇനി തോൽക്കാൻ പുതിയ കുതിരകളെ അവതരിപ്പിക്കുകയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തവണ ശോഭാ സുരേന്ദ്രനും MT രമേശിനും കൃഷ്ണദാസിനുമൊക്കെ സീറ്റില്ലാതെ പോകുന്ന അവസ്ഥ അതവർക്ക് സഹിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് വന്നാൽ നിൽക്കണം, തോക്കണം എന്ന് തീരുമാനമുള്ള നേതാക്കൾക്ക് നിന്നു തോക്കാൻ സാധ്യമാകുന്നില്ല എന്ന അവസ്ഥ ദുഃഖകരമാണ്. എന്നിട്ടും അവിടെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും നടപ്പാക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നുമില്ല. പത്തനംതിട്ടയെ ചൊല്ലി BJPയിൽ അടി. മാധ്യമം 1-ാം പുറത്താ വാർത്ത തരുന്നു. ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വത്തിനായി BJPയിൽ തമ്മിലടി. പാർട്ടി സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള പിടിവലി പരസ്യമായി. ദില്ലിയിൽ ക്യാമ്പ് ചെയ്ത് നേതാക്കൾ നടത്തുന്ന വടംവലി സകല സീമകളും ലംഘിച്ചു. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അന്തരിച്ച ഗോവ മുഖ്യമന്ത്രിക്കായി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് താഴെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനായി കമൻറ്റുകൾ നിറഞ്ഞു. അങ്ങനെയാണ് ആ സാഹചര്യത്തെ പോലും അവർ ഉപയോഗിക്കുന്നത്.
പത്തനംതിട്ടയിൽ സ്വന്തം പേര് വെച്ച് സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിച്ച സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയ്ക്ക് വഴങ്ങേണ്ട എന്ന് തീരുമാനിച്ച് K സുരേന്ദ്രനായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ സമ്മർദ്ദത്തിൽ അനുയായികൾ ഔചിത്യബോധം കാണിച്ചില്ല എന്നുവരെ പരാതിയുണ്ടായിരിക്കുന്നു. മരണമൊന്നും അവർക്ക് കാര്യമേ അല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു മരിക്കുക എന്നതാണ് കൂടുതൽ അഭികാമ്യമായി തോന്നുന്നത് അവർക്കിപ്പോഴും. ഗംഗയെ വന്ദിച്ച് ഗംഗയിലൂടെ സഞ്ചരിച്ച് പ്രിയങ്ക ഹിന്ദി ബെൽറ്റിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവഹിച്ചെത്താനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ വാർത്ത മാതൃഭൂമി ഇന്ന് ഒന്നാം പുറത്ത് തരുന്നു. ഗംഗയിലൂടെയുള്ള പ്രിയങ്കയുടെ യാത്ര ആ പാർട്ടിക്ക് എന്തു ഗുണം ചെയ്യും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും ആ വാർത്ത മാതൃഭൂമി സചിത്രമായി ഇന്ന് ഒന്നാം പേജിൽ ആദ്യ വാർത്തയായി തന്നിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. പ്രിയങ്കയുടെ ഗംഗാ സഞ്ചാര വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ ആദ്യ വാർത്തയായി തരുന്നത് കാണുക. വിശാല ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിൻ്റെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യവുമായി പ്രിയങ്ക ഗാന്ധി ഗംഗാ നദിയിലൂടെ പ്രചരണ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ഗംഗാപൂജ നടത്തിയാണ് 3 ദിവസത്തെ ബോട്ട് യാത്ര തുടങ്ങിയത്. തിങ്കളാഴ്ച രാവിലെ പ്രയാഗ്രാജിലെ തറവാട് വീടായ സ്വരാജ് ഭവനിൽ നിന്നാണ് പ്രിയ ഇറങ്ങിയത്. മുത്തശ്ശി ഇന്ദിരാഗാന്ധി ജനിച്ച മുറിയുടെ ചിത്രവും ട്വിറ്റിൽ അവർ പങ്കുവച്ചു. ഏതായാലും ധീരമായി മുന്നോട്ട് പോകൂ, എല്ലാം ശരിയാവുമെന്ന ജോൺ ഓഫ് ആർക്കിൻ്റെ കഥയും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. രാവിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് ഗംഗാവന്ദനം നടത്തിയാണ് പ്രിയങ്ക പ്രത്യേകമൊരുക്കിയ ത്രിവർണ്ണ ബോട്ടിൽ കയറിയത്. 20 പെൺകുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹിന്ദി ലാൻഡിൻ്റെ ഹൃദയഭൂമിയിലേക്ക് ഗംഗയിലൂടെ സഞ്ചരിച്ച് എത്താൻ പ്രിയങ്ക ശ്രമിക്കുന്നു. എത്രത്തോളം അത് വിജയിക്കും എന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് നമ്മോട് പറയാൻ പോകുന്നത്. കയ്യോടെ പിടിക്കപ്പെട്ടു നരേന്ദ്രമോദി റഫേൽ ഇടപാടിൽ. സുപ്രീം കോടതിയിൽ കള്ളം പറഞ്ഞ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കൂട്ടുകാർ ശ്രമിച്ചു എങ്കിലും അതും കയ്യോടെ പിടിക്കപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ ചൗക്കീദാർ ചോർ ഹേ എന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ എല്ലാ ആളുകളെയും ചൗക്കീദാറാക്കി മാറ്റി, അഥവാ എല്ലാ ആൾക്കാരെയും കള്ളന്മാരാക്കി മാറ്റി സ്വന്തം തടി തപ്പാനാണ് മോദി ശ്രമിക്കുന്നത്. വീക്ഷണം എന്ന പത്രം മോദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മേംബി ചൗക്കീദാർ ഹും എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും അതിൻ്റെ തിരിച്ചടിയെയും കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് ലീഡ് വാർത്തയാക്കി തന്നിരിക്കുന്നു. കാണുക. 6 വിമാനങ്ങൾ അദാനിക്ക് കൈമാറി. പിടിക്കപ്പെട്ടതോടെ മോദി എല്ലാവരെയും കാവൽക്കാരാക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി. റഫേൽ ഇടപാടിൽ പിടിക്കപ്പെട്ടതോടെ എല്ലാവരെയും കാവൽക്കാരാക്കി മാറ്റാനാണ് മോദി ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. കാവൽക്കാരൻ പിടിക്കപ്പെട്ടു, അതോടെ രാജ്യം മുഴുവൻ കാവൽക്കാരാണെന്ന് കാവൽക്കാരൻ തന്നെ പറയുന്നു. പിടിക്കപ്പെടുന്നതിന് മുമ്പ് രാജ്യം മുഴുവൻ കാവൽക്കാരായിരുന്നില്ലേ എന്നും രാഹുൽ ചോദിച്ചു. പ്രധാനമന്ത്രി മോദിയും BJP നേതാക്കളും ഞാനും കാവൽക്കാർ എന്ന പ്രചാരണം തുടങ്ങിയതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. ഏതായാലും മേംബി ചൗക്കീദാർ എന്ന ആ ഹാഷ്ടാഗ് ക്യാമ്പയിൻ വലിയ അപഹാസ്യതയിലേക്കാണ്, പൂർവാപര വിരുദ്ധതയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് വാർത്തകൾ ലഭിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി തർക്കം, അവരെ തീരുമാനിക്കാനുള്ള കാലവിളംബം, ഇതൊക്കെ കോൺഗ്രസിൻ്റെ സാധ്യതയെ തകർക്കുമോ? മംഗളം എന്ന പത്രം അതിൻ്റെ ഉൾപേജിൽ തരുന്ന ഒരു വാർത്ത കാണുക. തർക്കമെല്ലാം തകർക്കുമോ? ആർ സുരേഷ് ആ വാർത്ത ഇപ്രകാരം തരുന്നു. തെരഞ്ഞെടുപ്പാവുമ്പോൾ തർക്കവും തമ്മിൽ തല്ലും കോൺഗ്രസിൽ പതിവാണ്. മുൻകാല ചരിത്രം അങ്ങനെ ആയതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം വൈകിയാലും തങ്ങൾ വിജയിക്കുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതിന് മുൻകാല സാക്ഷ്യമുണ്ട്. എന്നാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ട് 10 ദിവസവുമായിട്ടും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള വിവാദം പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമെന്നാണ് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് എന്നും ഈ വാർത്ത പറയുമ്പോൾ നാം ഇന്ന് 34 ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പുമായി, കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായുള്ള അകൽച്ചയിൽ നിൽക്കുമ്പോൾ
BJPയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി പട്ടിക ഇന്നെങ്കിലും പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതോടെ നാളെ വാർത്തയിലെത്തുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം അണിനിരന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഗോത സജീവമാകും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്ന വാർത്തകൾ. ഗോവയിൽ പുതിയ മുഖ്യമന്ത്രി വന്നു. ആ മുഖ്യമന്ത്രി വന്നതിന് സവിശേഷതയുള്ളത് അവിടെയുള്ള മുന്നണി ഭരണത്തിൽ മുഖ്യമന്ത്രിയെ കൂടാതെ 2 ഉപമുഖ്യമന്ത്രിമാർ കൂടി, ആകെ 35 MLA-മാരാണ്, 2 ഉപമുഖ്യമന്ത്രിമാരെ കൂടി വെച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ കക്ഷി എത്തിയിരിക്കുന്നത്. ദേശാഭിമാനി ആ വാർത്ത 1-ാം പേജിൽ തന്നെ തരുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മുൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മൃതദേഹം ദഹിപ്പിച്ച തൊട്ടുപിറകെ തന്നെ പാതി രാത്രിക്ക് പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം പിടിച്ചു. ഗോവയിൽ പ്രമോദ് സാവന്ത് പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കറിൻ്റെ മരണത്തെ തുടർന്നാണ് പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്. BJP MLA-യും സ്പീക്കറുമാണ് സാവന്ത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ രാജ്ഭവനിലെത്തിയ സാവന്ത് പിന്തുണയ്ക്കുന്ന MLA-മാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി. തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന ചടങ്ങിൽ പാതിരാത്രിക്ക് 1:50-നാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. മറ്റ് മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അതാണ് ഇന്ന് നമുക്ക് ഗോവയിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത. NCERT നവോത്ഥാന പാഠഭാഗം നീക്കി. നവോത്ഥാനത്തോടും ആ പ്രക്രിയയോടും വലിയ വിരോധമാണ് BJP എന്ന പാർട്ടിക്ക് ഉള്ളത് എന്ന് ശബരിമലയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇന്ന് സിറാജ് എന്ന പത്രത്തിൻ്റെ അവസാന പുറം തരുന്ന വാർത്ത കാണുക. ചാന്നാർ ലഹളയും കർഷക സമരങ്ങളും പുറത്ത്. NCERT സിലബസിൽ നിന്ന് 3 അധ്യായങ്ങൾ ഒഴിവാക്കി. കേരളത്തിലെ പ്രശസ്തമായ മാറുമറയ്ക്കൽ സമരം അടക്കമുള്ളവ പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്ത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇന്ത്യ ആൻഡ് കോണ്ടംപററി വേൾഡ് 1 എന്ന പേരിലുള്ള 9-ാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകത്തിൽ നിന്നാണ് ഇവ നീക്കം ചെയ്തത്. മനുഷ്യ ശരീരവും രാഷ്ട്രീയവും തമ്മിൽ, സാമൂഹിക ജീവിതവും തമ്മിലുള്ള ബന്ധം, അത് എങ്ങനെയാണ് മൂടിവെക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ബന്ധം, അതിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കുന്ന ഈ മാറുമറയ്ക്കൽ സമരം, ആ സമരത്തിൻ്റെ കാര്യമൊന്നും വരുന്ന വിദ്യാർത്ഥികൾ അറിയേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു NCERT BJPയുടെ ആഭിമുഖ്യത്തിൽ. അതിനൊക്കെ പകരമായി അന്തരിച്ച BJP പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കവിത മതി. അങ്ങനെ കവിത പാഠഭാഗമാക്കുകയും ചെയ്തു. ഇപ്രകാരം പാഠഭാഗം അതിനെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നു. NCERTയുടെ 9-ാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിൽ നിന്ന് നവോത്ഥാന മുന്നേറ്റങ്ങളെ ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ച കാര്യവും നമുക്ക് ഇന്ന് വാർത്തയായി ലഭിക്കുന്നുണ്ട്. ഒടുവിൽ സ്ഥിരീകരിച്ചു, വെസ്റ്റ് നൈൽ പനി തന്നെയാണ് വേങ്ങരയിലെ മുഹമ്മദ് ഷാന്റെ ജീവൻ എടുത്തത് എന്ന്. ഈ പനിയെ പ്രതിരോധിക്കാൻ ശ്രമം നടക്കുന്നു. പക്ഷികളിൽ നിന്നാണ് പനി വരുന്നത്. പനി കൊണ്ടുവരുന്നത് കൊതുകുകളുമാണ്. പക്ഷേ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ പനി പടരില്ല. അതുകൊണ്ട് ഈ പനിയുടെ വൈറസ് വാഹകൻ കൊതുക് തന്നെയാണ്. കൊതുകിൻ്റെ നശിപ്പിക്കലാണ് ഇതിനെ അതിജീവിക്കാനുള്ള പോംവഴി. കേരള കൗമുദി ആ വാർത്ത തരുന്നു. വെസ്റ്റ് നൈൽ പനി, 6 വയസ്സുകാരൻ മരിച്ചു. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരിച്ച വാർത്ത കേരള കൗമുദി ഇന്ന് നമുക്ക് 1-ാം പുറത്ത് തന്നെ തന്നിരിക്കുന്നു. കള്ളക്കടൽ എന്നൊരു പ്രയോഗം സിറാജ് എന്ന പത്രത്തിൻ്റെ 1-ാം പേജ് നമുക്ക് തരുന്നു. കള്ളക്കടലിന് സാധ്യത. എന്താണ് ഈ കള്ളക്കടൽ? അത് കരയിലേക്ക് കടൽ തിരമാലകൾ അടിച്ചു കയറുന്ന പഴയ സുനാമിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിലാണ് കടൽ കയറാൻ പോകുന്നത്. കേരള, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട്, കർണാടക തീരങ്ങളിൽ കനത്ത തിരമാലയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്,
തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ 1.8 മുതൽ 2.2 വരെ മീറ്റർ ഉയരത്തിലും, കർണാടക തീരത്ത് രാത്രി 11:30 വരെ 1.7 മുതൽ 2.1 വരെ മീറ്റർ ഉയരത്തിലും തിരമാലയുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി എത്തി തീരം വിഴുങ്ങുന്നതിനാൽ തീരവാസികൾ ഈ തിരമാലയെയും അതിൻ്റെ ഉയർച്ചയെയും ഒക്കെ കള്ളക്കടൽ എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കള്ളക്കടൽ എന്ന് സിറാജ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. ലോക്പാൽ അരനൂറ്റാണ്ടിന് ശേഷം അത് സഫലമായി. അതേ മുൻനിർത്തി ദേശാഭിമാനി ഇന്ന് നമുക്കൊരു മുഖപ്രസംഗം തരുന്നു. ലോക്പാൽ നിയമത്തിന് അഞ്ചാണ്ട്. ഭരണത്തിൻ്റെ സർവ്വതലങ്ങളും അഴിമതി മുക്തമാക്കുന്നതിനുള്ള ലോക്പാൽ യാഥാർത്ഥ്യമാക്കുന്നതിനൊടുവിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ് ലോക്പാൽ അധ്യക്ഷ പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. ആദ്യ ലോക്പാൽ ബിൽ പാസാക്കിയിട്ട് അരനൂറ്റാണ്ടും നിലവിലുള്ള നിയമം പ്രാബല്യത്തിലാക്കിയിട്ട് 5 വർഷവും പിന്നിടുമ്പോഴാണ് നിയമന തീരുമാനം. BJP കോൺഗ്രസ് കക്ഷികൾക്ക് അഴിമതി നിർമ്മാർജ്ജനത്തോട് ഒട്ടും ആത്മാർത്ഥതയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് 50 വർഷത്തെ ഈ കാലവിളംബം. കോമൺവെൽത്ത് ഗെയിംസ്, 2G സ്പെക്ട്രം, കൽക്കരി ഖനി എന്നിവയുമായി ബന്ധപ്പെട്ട ഭീമൻ അഴിമതികൾ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ മുഖം വികൃതമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് ഉന്നതങ്ങളിലെ അഴിമതി തടയുന്നതിന് ഫലപ്രദമായ സംവിധാനം വേണം എന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമായി ഉയർത്തിയത്. അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിലുള്ള സമരം വലിയ തോതിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ അതിനുശേഷം വന്ന ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് എന്താണ് ചെയ്തത്? അംബാനിക്ക് റഫേൽ വിമാനങ്ങളുടെ നിർമ്മാണ ചുമതല, അദാനിക്ക് തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും. അങ്ങനെ പോയി സംശുദ്ധ ഭരണം. പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുടെ മകൻ്റെ ബിസിനസ് ചുരുങ്ങിയ കാലം കൊണ്ട് 10,000 മടങ്ങാണ് വളർന്നത്. മധ്യപ്രദേശിലെ BJP മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, മുൻ മുഖ്യമന്ത്രി ചൗഹാനുമായി ബന്ധപ്പെട്ട വ്യാപം അഴിമതി കേസിലെ 40 സാക്ഷികളാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ഫ്രാൻസുമായുള്ള റഫേൽ ഇടപാടിൽ 30,000 കോടിയാണ് രാജ്യത്തിന് നഷ്ടം. ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പിന് മേൽ 4 വർഷത്തിലേറെ അടയിരുന്ന CBI തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് മമതയെ മെരുക്കാൻ റെയ്ഡുമായി ഇറങ്ങിയത്. ഇതൊക്കെ തന്നെ കൃത്യമായും അഴിമതിയെ തന്നെയാണ് വിളംബരം ചെയ്യുന്നത്. ഭരണമേറ്റ ഉടനെ ലോക്പാൽ നിയമനം നടത്താനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് തൊടുന്യായങ്ങൾ പറഞ്ഞാണ് BJP തെന്നി മാറിയത്. ഒടുവിൽ അവർ പുറത്തേക്ക് പോകുമ്പോഴാണ് അത് നടപ്പാക്കിയതും എന്ന് ഈ മുഖപ്രസംഗം പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. വേനൽച്ചൂട് മനുഷ്യരെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും വലയ്ക്കുകയാണ്. ഒരിറ്റ് വെള്ളം, അതാണ് എന്തിൻ്റെയും പ്രാർത്ഥന. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം വഴുതക്കാട് നിന്നുള്ളൊരു ദൃശ്യമാണ്. പൊതു പൈപ്പിൽ നിന്ന് ഇറ്റ് വീഴുന്ന വെള്ളത്തുള്ളിക്കായി എത്തുന്ന അണ്ണാറക്കണ്ണൻ്റെ ചിത്രം അജയ് മധു പകർത്തി സിറ്റി കൗമുദിയാണ് നമുക്ക് തരുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.